യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നിങ്ങളുടെ ഓണം വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വെക്കേഷൻ പോയത് അറിഞ്ഞോ? ഇല്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓണം എക്സാം നടക്കുന്നു, സ്കൂൾ അടയ്ക്കുന്നു, തുറക്കുന്നു, ഇതിനിടയ്ക്ക് ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. അത് പോയേ നമ്മൾ അറിഞ്ഞോ? ഇല്ല. പെട്ടെന്ന് കഴിഞ്ഞ പോലെ അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലേക്ക് വന്നപ്പം നിങ്ങൾക്ക് ഓരോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? ആൻസർ ഷീറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓരോ സബ്ജക്റ്റിൻ്റെയും ആൻസർ ഷീറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കിട്ടാത്തവരും ഉണ്ടാവാം. എനിക്ക് കിട്ടിയ ആൾക്കാരോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് കിട്ടിയോ? അതായത് ഓരോ ആൻസർ ഷീറ്റിലും ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതോ പ്രതീക്ഷിച്ച പോലെ അത്ര സ്കോർ ചെയ്യാൻ പറ്റാണ്ടായി പോയിട്ടുണ്ടോ? അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നോ എന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ച രീതികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പം മാർക്ക് കുറഞ്ഞു പോയതിനെ കുറിച്ച് ഇനി ഓർത്ത് വിഷമിക്കേണ്ട. ഇനി നമുക്ക് മുന്നിൽ എന്താണ് ഉള്ളത്, ഇനി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം, കഴിഞ്ഞതിൽ നിന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് പരീക്ഷയിൽ വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെ ഞാൻ പഠിക്കേണ്ടിയിരുന്നു, എങ്ങനെയൊക്കെ ഞാൻ ഉഴപ്പിയത് കൊണ്ടാണ് എനിക്ക് അവിടെ മാർക്ക് പോയത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് ഇനി നമുക്ക് മുന്നിൽ ക്രിസ്മസ് എക്സാം വരാൻ പോകുന്നുണ്ട്. ആ എക്സാമിനായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ക്രിസ്മസ് എക്സാമിന് ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഈ ഇഷ്ടംപോലെ സമയം നിങ്ങൾ ഈ ഓണം വെക്കേഷൻ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഈ വെക്കേഷൻ കഴിഞ്ഞ് ശടപടയെന്നല്ലേ? അതുപോലെ തന്നെ ഈ പോകുന്ന 3 മാസം നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കഴിയും. 3 മാസമൊന്നുമില്ല, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനിടയിൽ കൂടി ഇനി യൂത്ത് ഫെസ്റ്റിവൽ വരും, സ്പോർട്സ് വരും, ശാസ്ത്രമേള വരും, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് സ്കൂളിൽ വരുന്നുണ്ടാവും. അതിലൊക്കെ എന്ത് ചെയ്യണം, ഹാപ്പി ആയിട്ട് അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങൾ സ്റ്റഡീസും കൊണ്ടുപോകണം. എങ്ങനെ, പണ്ട് പഠിച്ച രീതിയിലാണോ? അല്ല, പഠനത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. നമുക്ക് ഈ പുതിയ പാറ്റേണൊക്കെ ഒന്ന്, നിങ്ങൾക്ക് എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്തപ്പം ഇപ്പം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്കുള്ള പാറ്റേൺ ഒക്കെ മനസ്സിലായല്ലോ. അതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി പ്ലാൻ ചെയ്തിട്ട് പഠിക്കണം. അപ്പം നമ്മളുടെ ഈ പുതിയ പാറ്റേൺ, ഇപ്പം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി പഠിക്കണം. അപ്പം പാറ്റേൺ പിടികിട്ടിയല്ലോ. നമ്മളൊരു ബൈ ഹാർട്ട് ഇങ്ങനെ കാണാതെ പഠിച്ചത് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറ്റുമോ? ഇല്ല. ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട് പറ്റുമോ? ഇല്ല. അത് നല്ല രീതിയിൽ എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് അതേ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, ആൻസർ ഷീറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ആ പാറ്റേൺ മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്ട്രാറ്റജിക് പ്രാക്ടീസിലേക്ക് കടക്കണം. അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ, പുതിയ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്യുക. അത് കളക്ട് ചെയ്ത് അതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അത് വെറുതെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് പറ്റുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കറിയാം, സിമ്പിളാണ്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. ഓരോ ക്വസ്റ്റ്യന് ആൻസേഴ്സ് നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാവുന്ന ആ ക്വസ്റ്റ്യനുള്ള അതിൻ്റെ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ആ ചോദിച്ചിരിക്കുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ മാർക്കിന് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാക്ടീസ് ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാര്യം, നിങ്ങളുടെ ലേണിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. പ്ലാൻ യുവർ ലേണിംഗ്. നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്, എപ്പോഴൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് വരുന്നത്, നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയാസ് ഉണ്ടാവുമല്ലോ, അത് സ്ട്രെങ്തൻ ചെയ്യുക. ഇനിയിപ്പം വീക്കായിട്ടുള്ള സബ്ജക്ട്സ് ആവാം, വീക്കായിട്ടുള്ള കൺസെപ്റ്റ് ആവാം, വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആവാം, അതൊക്കെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. അവിടെയൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എൻ്റെ മക്കൾ പഠിക്കേണ്ടതുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വരുന്നു, സ്കൂളിൽ പോകണം, പിന്നെ അതുകൂടാതെ സ്കൂളിൽ കുറേ ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ കലാമേളകൾ, സ്പോർട്സ്, ശാസ്ത്രമേളകൾ, ഈ പരിപാടികളൊക്കെ വരുന്നുണ്ടാവും. ഇതിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ കൂടെ എന്തും കൂടെ കൊണ്ടുപോകണം, നമ്മളുടെ പഠനവും കൂടെ കൊണ്ടുപോകണം.
പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒരു ടൈം മാനേജ്മെൻറ്റ്, പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റും കൂടെ എൻ്റെ മക്കൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റും ഉണ്ട്. അതായത് നിങ്ങളിപ്പം അയ്യോ കുറേ പഠിക്കണമല്ലോ, അവിടെ പരിപാടി ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ, അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ സ്ട്രെസ്സ് കൂട്ടാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ മാനേജ് ചെയ്യണം. അതൊക്കെ ഈസി ആയിട്ട് കൂളായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ എൻ്റെ കുട്ടികൾ പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഉറക്കം, നല്ല രീതിയിൽ ഉറക്കം എന്ന് കരുതി 10-12 മണിക്കൂർ ഉറങ്ങുകയല്ല കേട്ടോ. പ്രോപ്പറായിട്ടുള്ള ഒരു 7-8 മണിക്കൂർ എൻ്റെ മക്കൾ ഉറങ്ങുക. അതേപോലെ എന്ത് ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഫാസ്റ്റ് ഫുഡൊക്കെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്റ്റേ പോസിറ്റീവ്. എപ്പോഴും എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. ചിലപ്പോൾ നമുക്കിപ്പം ഈ കഴിഞ്ഞിരിക്കുന്ന ഈ ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോഴത്തേക്ക് അയ്യോ നെഗറ്റീവായിട്ട് അത് എടുക്കരുത്, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, എൻ്റെ ഫ്രണ്ടിനൊക്കെ നല്ല മാർക്കുണ്ട്, ഞാൻ പഠിക്കാൻ കൊള്ളില്ലേ എന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ തെറ്റായിട്ട് കരുതുന്നവരുണ്ടാവും. അപ്പം നമ്മൾ അതിനൊക്കെ എന്തായിട്ട് വിചാരിക്കണം, പോസിറ്റീവായിട്ട് കാണാം. എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത് എൻ്റെ പഠനത്തിൽ ഞാൻ എന്തോ ഒരു രീതിയിൽ മാറ്റം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച രീതി ശരിയാവാഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഒരു വീഴ്ച വരുന്നത് നല്ലതാണ്. കാരണം ആ വീഴ്ചയിൽ നിന്നാണല്ലോ അടുത്ത കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ എനിക്ക് എന്തൊക്കെയാണ് ഫാൾട്ട് പറ്റിയതെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് വേണം നമ്മൾ എല്ലാത്തിനെയും കാണാൻ. എക്സാമിൻ്റെ കാര്യം മാത്രമല്ല, ലൈഫിൽ എന്ത് വരികയാണെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് കാണുക. അതേപോലെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഒഴിവാക്കുക, ഹാപ്പി ആയിട്ട് മക്കളിരിക്കുക. പിന്നെ മക്കളെ നിങ്ങൾ പേടിക്കേണ്ട, നമ്മളുടെ എക്സാമിനർ ഫാമിലി നിങ്ങളെ കൂടെ ഉണ്ടാവും, നമ്മളുടെ ഫുൾ ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം നമ്മളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് പറയാം, 6ാം ക്ലാസ് മുതൽ +2 വരെ നമുക്ക് എന്തുണ്ട്, ബാച്ചസ് ഉണ്ട്. അപ്പം ബാച്ചുകളിൽ ഈ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഇനി നടക്കാൻ പോവാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ടില്ലായിരുന്നു, ഇനിയിപ്പോൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ കഴിഞ്ഞു, ക്ലാസ്സുകൾ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നമ്മളെ കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഫുൾ സപ്പോർട്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയാലും അതേപോലെ വർക്ക് ഷീറ്റും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ മക്കൾ ഈ ബാച്ചൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കളുണ്ടെങ്കിൽ താഴെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്പറില്ലേ, അതിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇപ്പം എന്തൊക്കെ ഓണം ഓഫറൊക്കെ അവൈലബിൾ ആണ്, ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ പോലെ സ്റ്റേ പോസിറ്റീവ് അല്ലേ, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.